എല്ലാവരെയും ഇന്നത്തെ ആരാധനയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ആരാധനയിൽ പങ്കുചേരാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കണം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ശരീരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് അടുത്തു വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും മുമ്പിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമ്മുടെ മുട്ടുകളെ മടക്കിയിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് മൗനമായിരുന്നു നമ്മുടെ കുറവുകളെയും നമ്മിൽ വന്നുപോയ വീഴ്ചകളെയും ഏറ്റുപറഞ്ഞ് നമുക്ക് അനുഭവിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മേലാൽ അവൻ്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ട് പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇപ്പോഴത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിൽ നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തുവിന് ഞങ്ങൾ സർവ്വപാപങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ ഉണർത്തണമേ.
മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മാത്രമായി ജീവനബോധത്തിനെല്ലാവരുമേ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമടി കേൾക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്നെടുക്കൽ വരും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസം എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഐക്യത്തിൽ വേരൂന്നിയ സമൂഹങ്ങൾ നിർമ്മിക്കുവാൻ നീ ഞങ്ങളെ ഉപദേശിച്ചുവല്ലോ. ഒരുമയുടെയും പങ്കിടന്റെയും അനുഭവം ഞങ്ങൾക്ക് തരണമേ. സ്വാർത്ഥത ഉപേക്ഷിച്ച് നിസ്സാരമായി അനുഭവങ്ങൾ പങ്കുവെക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സഹായിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദരിദ്രർക്കും ആവശ്യത്തിന് ലഭിക്കുന്നവർക്കും അഭയം നൽകുവാനും അവരുമായി ഐക്യദാർഢ്യമുണ്ടാക്കുവാനും സുവിശേഷം പങ്കിടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോടൊപ്പമുള്ള നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 126 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 126 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ണുനീരോടെ വിധിക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പിക്കുന്നു. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും
ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ച് കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവെന്ന് പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കളറിക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രേരിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കലറിക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരെ വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണം ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കട തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് പ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തുന്ന ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ വചനത്തെ ധ്യാനിപ്പാൻ കർത്താവയുടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ ജീവനുള്ള വചനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ജീവനും ശക്തിയും നൽകി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ജയതോന്നി കേൾക്കണമേ. ആമീൻ. എല്ലാവർക്കും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ ആരാധിപ്പാൻ അവസരം നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവും നമ്മുടെ ദേശവും ഒക്കെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വന്ന് നമുക്ക് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം ഉയർപ്പിൻ്റെ അനുഭവത്തിൽ സമൂഹ രൂപീകരണം. ഉയർപ്പിൻ്റെ അനുഭവത്തിൽ സമൂഹ രൂപീകരണം. ഈ ചിന്തയോടനുബന്ധിച്ച് ഇന്ന് വായിക്കപ്പെടേണ്ടതായിട്ടുള്ള വേദഭാഗങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും, അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളും, 126-ാം സങ്കീർത്തനവും, സുവിശേഷ വേദഭാഗമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളും ആകും. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാകുന്നു നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട്
ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2-3 ഞായറാഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചാവുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തുന്ന വേദഭാഗങ്ങളാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ വായിക്കുകയും ഒരുമിച്ച് ധ്യാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയിൽ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലയുടെ ഇടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു സമൂഹത്തെ രൂപീകരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് രൂപാന്തരം നൽകി ദൗത്യബോധ്യമുള്ള ഒരു സമൂഹമാക്കി തീർക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അതിനാധാരമായിട്ടാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളെ നാം വായിച്ചു. വേദപുസ്തകത്തിന് അതിമനോഹരമായിട്ടുള്ള ഒരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. നമുക്കറിയാം, വേദപുസ്തകം ഉടനീളം നാം വായിക്കുമ്പോൾ ഒരുപാട് യാത്രകളെക്കുറിച്ച്, യാത്രയുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പുറപ്പാട് പുസ്തകത്തെ നാം വായിക്കുമ്പോൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയുടെ അനുഭവങ്ങളെക്കുറിച്ച്, യാത്രയുടെ വിവരണങ്ങളെക്കുറിച്ചും യാത്രയുടെ അനുഭവങ്ങളെക്കുറിച്ചും യാത്രയിൽ അനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. അങ്ങനെ സുവിശേഷ വേദഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു യാത്രയെക്കുറിച്ചാണ്, എമോസിനെക്കുറിച്ചുള്ള യാത്രയെക്കുറിച്ച് പറയുന്നത്. എമോസ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. എമോസ് എക്സ്പീരിയൻസ്. എമോസിലേക്ക് യാത്ര ചെയ്തതായിട്ടുള്ള യാത്രികരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇവിടെ ഈ യാത്രയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 35-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ യാത്ര ആരംഭിക്കുന്നതും ഈ യാത്ര അവസാനിക്കുന്നതും യെരുശലേമിൽ തന്നെയാണ്. ഈ യാത്ര ആരംഭിക്കുന്നത് യെരുശലേമിൽ നിന്നാണ്. ഈ യാത്ര പോകേണ്ടത് എമോസിലേക്കാണ്. പക്ഷേ ഈ യാത്ര അവസാനിക്കുന്നത് എമോസിലല്ല, മറിച്ച് യെരുശലേമിൽ തന്നെ അവസാനിക്കുന്നതായിട്ടുള്ള ഒരു യാത്രയായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യെരുശലേമിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഉള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിലല്ല യെരുശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ യാത്രികരുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പ്രത്യേകതയാണ്. യെരുശലേമിൽ നിന്ന് യാത്ര തിരിക്കുമ്പോഴുള്ള ഈ യാത്രികരുടെ ജീവിതത്തിൻ്റെ അനുഭവമല്ല അവർ തിരികെ യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ളത്. ഒരു രൂപാന്തരപ്പെട്ട, ക്രൈസ്തവ ദൗത്യം ഏറ്റെടുത്ത ഒരു രൂപാന്തരപ്പെട്ട സമൂഹമായിട്ട് മാറിത്തീരുന്ന അനുഭവത്തെയാണ് നമ്മൾ ഈ വേദഭാഗത്ത് നാം കാണുന്നത്. അപ്പോൾ ഈ യാത്രയുടെ ചില അനുഭവങ്ങളെ ഒരുമിച്ച് ചിന്തിച്ച് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ യാത്രികർ എമോസിലേക്ക് യാത്ര തിരിച്ചതായിട്ടുള്ള ഈ വ്യക്തികളുടെ യാത്രയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവത്തിലാണ്. അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയാണ് ഈ ജനം യെരുശലേമിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യാത്ര ആരംഭിക്കുമ്പോഴുള്ള ജീവിതത്തിൻ്റെ അനുഭവമല്ല ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഉള്ളത്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഹൃദയ നുറുക്കത്തോടുകൂടെ, അല്ലെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഹൃദയത്തോടുകൂടെയാണ് ഈ ജനം ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നതായിട്ട് നാം കാണുന്നത്. 13-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമോസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു.
അവർ വാടിയ മുഖത്തോടെ നിന്നു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ഇപ്പോൾ ഈ യെരുശലേമിൽ നിന്ന് യാത്ര തിരിക്കുന്നതായിട്ടുള്ള ഈ രണ്ട് യാത്രികർ അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ നടന്നതായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച്, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും അവിടെ നടന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവർ സംസാരിച്ചും തർക്കിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഒരനുഭവം. കാരണം അവിടെ തർക്കത്തിന് അനേക വിഷയങ്ങളുണ്ടായിരുന്നു. അവർ തർക്കിക്കുവാനായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അവർ ചിന്തിച്ചതുപോലെ ഒന്നുമല്ല സംഭവിച്ചത്. അവർ ഒരുപക്ഷെ നടക്കുമെന്ന് ചിന്തിച്ചതൊന്നുമല്ല അവിടെ സംഭവിച്ചത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില സംഭവങ്ങൾ അവിടെ നടന്നു. അതുകൊണ്ട് അത് അവരുടെ ഇടയിൽ ഒരു തർക്ക വിഷയമായിട്ട് തീർന്നു. അവർ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട്, പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ മുഖം, അവർ വാടിയ മുഖത്തോടുകൂടെ നിന്നു എന്നാണ്. അവർ വാടിയ മുഖത്തോടുകൂടെ നിന്നു. കാരണം അവരുടെ ജീവിതത്തിൽ ചില സംശയങ്ങൾ, ചില ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ അവരെ ചില തർക്കങ്ങളിലേക്കും ചില കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കൊക്കെ നയിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ആരംഭിച്ചതായിട്ടുള്ള ഈ രണ്ട് വ്യക്തികൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലാണ് അവരുടെ യാത്ര ആരംഭിക്കുന്നത്. ഹൃദയം തകർക്കപ്പെട്ടതായ അനുഭവത്തിൽ, ഹൃദയ നുറുക്കത്തോടുകൂടെ ഒരുപക്ഷെ സംശയിച്ചും തർക്കിച്ചും സംസാരിച്ചും കൊണ്ട് യാത്ര തുടങ്ങിയതായിട്ടുള്ള രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ നാം ബന്ധപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൻ്റെ അനുദിന യാത്രയിൽ ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, ഒരു ഹൃദയം തകർന്നതായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലേ? ഒരുപക്ഷെ ഈ കോവിഡിൻ്റെ കാലഘട്ടം അവസാനിച്ചു എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അതിശക്തമായിട്ട് ഈ രോഗത്തിൻ്റെതായ അനുഭവങ്ങൾ കടന്നു വരുന്നു. നമ്മുടെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. പരസ്പരം ഒരുമിച്ച് കൂടി വരുവാൻ കഴിയുകയോ, പരസ്പരം സ്നേഹബന്ധങ്ങളെ പങ്കിടുവാൻ കഴിയാതെയും, പരസ്പരം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പരസ്പരം ഷെയർ ചെയ്യുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഒരുപക്ഷെ എമോസിലേക്ക് യാത്ര ചെയ്ത അതേ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നുള്ളത്. സംശയിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടും ഹൃദയം നുറുങ്ങിയതായിട്ടുള്ള അനുഭവത്തിൽ യാത്ര തിരിച്ചതായിട്ടുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കാണുന്നത് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നവനായിട്ടുള്ള, അവരുടെ കൂടെ സഞ്ചരിക്കുന്നവനായിട്ടുള്ള ഒരു യേശുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ അവരുടെ കൂടെ സഞ്ചരിക്കുന്നത് ആരാണ് എന്ന് ഒരുപക്ഷെ ഈ യാത്രയുടെ തുടക്കത്തിൽ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ അവർ വാടിയ മുഖത്തോടുകൂടെ നിൽക്കുമ്പോൾ അവരോട് വ്യക്തമായും വ്യക്തിപരമായും ഇടപെടുന്നവനായിട്ടുള്ള ഒരു കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കാം, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. ഇവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ യാത്രയുടെ പ്രാരംഭത്തിൽ ഹൃദയ നുറുക്കത്തോടെ, ഹൃദയം തകർന്നതായിട്ടുള്ള ഒരു അനുഭവത്തിൽ, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഒരുപക്ഷെ ഈ രണ്ട് യാത്രികർ തങ്ങളുടെ യാത്ര തുടങ്ങുമ്പോൾ അവരോട് കൂടെ സഞ്ചരിക്കുന്നവനായിട്ടുള്ള ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപക്ഷെ അവർക്കത് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവർ വാടിയ മുഖത്തോടുകൂടെ തങ്ങളുടെ യാത്ര ആരംഭിച്ചുവെങ്കിൽ അവരോട് കൂടെ സഞ്ചരിച്ച് സകലവും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തെ ഒരുപക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ അനുഭവത്തിലേക്ക്, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. സകലവും അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം. ആ യാത്രയിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ യാത്രികർ, ഈ തങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരോട് പറയുന്നുണ്ട്, സ്റ്റേ വിത്ത് us.
ഞങ്ങളോടുകൂടെ പാർക്കാം, സ്റ്റേ വിത്ത് ആസ്. നേരം അസ്തമിപ്പാറായി. ഇനി മുന്നോട്ടുള്ള യാത്ര ഒരുപക്ഷെ അതിദുഷ്കരമാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ഹൃദയഭാരത്തോടുകൂടെ ഞങ്ങൾ യാത്ര ചെയ്തുവെങ്കിൽ ദൈവിക വചനത്തിലൂടെയും പ്രവാചകന്മാരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയൊക്കെ നീ ഞങ്ങളോട് വ്യാഖ്യാനിച്ച് തന്നു. ഇനി മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാണ്. അതുകൊണ്ട് ഞങ്ങളോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവാണ് എന്ന് തിരിച്ചറിയാതെ തന്നെ തങ്ങളോടുകൂടെ പാർക്കുവാനായിട്ട് ക്ഷണിച്ചതായിട്ടുള്ള 2 യാത്രികരെയാണ് നമ്മളിവിടെ കാണുന്നത്. സ്റ്റേ വിത്ത് ആസ്, ഞങ്ങളോടുകൂടെ പാർക്കാം. അതുകൊണ്ട് ആ യാത്രയിൽ സകലവും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ഒരുപക്ഷെ വാടിയ മുഖത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ ചില പ്രതീക്ഷകളും ചില പ്രത്യാശകളുടെ അനുഭവങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് ഈ സഹയാത്രികന് കഴിഞ്ഞപ്പോൾ ഇവിടെ തങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഈ സഹയാത്രികനോട് ഇവിടെ ഈ യാത്ര പുറപ്പെട്ടതായിട്ടുള്ള 2 പേർ പറയുകയാണ്, സ്റ്റേ വിത്ത് ആസ്, ഞങ്ങളോടുകൂടെ പാർക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള അനുഭവത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, ഹൃദയത്തെ ശോധന ചെയ്യുന്നവനായിട്ടുള്ള, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവനായിട്ടുള്ള യേശുവിനെ പലപ്പോഴും നമുക്കും തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ നുറുക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, ഹൃദയത്തെ തകർക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ നമ്മോട് കൂടെ സഞ്ചരിച്ച് സകലവും നമുക്ക് വ്യാഖ്യാനിച്ചു തന്ന് സകലവും നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു രൂപാന്തരത്തിന് അനുഭവത്തിലേക്ക് നയിക്കുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. സ്റ്റേ വിത്ത് ആസ്, ഞങ്ങളോടുകൂടെ പാർക്ക എന്ന് പറയുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവത്തിലാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിൽ ഈ യാത്രയിലുടനീളം ഒരു ഹാർട്ട് സെർച്ചിങ് അനുഭവമുണ്ട്. ഹൃദയത്തെ ശോധന ചെയ്യുന്ന, ഹൃദയത്തിൻ്റെ അനുഭവങ്ങളെ വ്യക്തമായി തിരിച്ചറിയുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ യാത്രയുടെ അന്ത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ 33 മുതലുള്ള വാക്യങ്ങൾ, 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. ഇവിടെ യേശുവിൻ്റെ സാന്നിധ്യത്തെ ഇവിടെ നാം വായിക്കുമ്പോൾ അവരോട് കൂടെ പാർക്കുന്നതായിട്ടുള്ള കർത്താവ് അവരുടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ 30-ാം വാക്യത്തിൽ അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനമായി. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അപ്പോൾ ഇവിടെ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആണ് തങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ വ്യക്തമായി മനസ്സിലാക്കാതെ വണ്ണം തങ്ങളുടെ കൂടെ ഒരു സഹയാത്രികനായി തങ്ങളുടെ ജീവിതത്തോട് ഇടപെടുവാൻ കഴിയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് സകലവും വ്യാഖ്യാനിച്ചു കൊടുത്തതായിട്ടുള്ള ആ വ്യക്തിയെ തങ്ങളുടെ ഈ യാത്രയിൽ തങ്ങളോടുകൂടെ ക്ഷണിക്കുകയും തങ്ങളോടുകൂടെ രാപ്പാർക്കുവാനായി ക്ഷണിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് ഭക്ഷണത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് താൻ ആരാകുന്നുവെന്ന് ഈ യാത്രികർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന, എബൂസിലേക്ക് യാത്ര ചെയ്ത ഈ യാത്രികർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ സകലവും തിരിച്ച് അറിയുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ഹൃദയനുറക്കത്തോടുകൂടി ഞങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള ഈ യാത്രയിൽ ഞങ്ങളോട് കൂടെ ഇരുന്നതെന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും പകർന്നു നൽകിയതെന്നും ഞങ്ങളെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചതെന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ യാത്രികർ കടന്നു വരികയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയുന്നതായിട്ടുള്ള ഈ യാത്രികർ. അതുകൊണ്ട് ഈ യാത്ര അവസാനിക്കുന്നത്, ഈ യാത്രയുടെ അവസാന അനുഭവത്തിലേക്ക് വരുമ്പോൾ ഒരു ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള അനുഭവത്തിൽ അവരുടെ യാത്ര ആരംഭിച്ചുവെങ്കിൽ ഇപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ ഒരു ഹേർട്ട് ബേണിംഗ് അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെയാണ് തങ്ങൾ സഞ്ചരിച്ചതെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിച്ചറിയുമ്പോൾ അവരുടെ ഹൃദയം
ഒരു കത്തുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു അനുഭവത്തിലേക്ക് അവരായിത്തീർന്നിരിക്കുകയാണ്. അവരുടെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് അവർ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അവരുടെ യാത്ര അവർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടല്ല ശ്രമിച്ചത്, മറിച്ച് ഒരു മടങ്ങിവരവ് അവരുടെ ജീവിതത്തിൽ ആവശ്യമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങി വന്നതായിട്ടുള്ള ഈ 2 യാത്രികർ. അതുകൊണ്ട് ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ഹൃദയ നുറുക്കത്തോടും സംശയത്തോടും തർക്കിച്ചും കൊണ്ടൊക്കെ അവരുടെ യാത്ര ആരംഭിച്ചുവെങ്കിൽ അവർ യെരുശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു പുതുക്കപ്പെട്ടതായിട്ടുള്ള അനുഭവത്തിൽ വാടിയ മുഖം അല്ല തുടർന്ന് അവരുടെ യാത്രയിൽ നമ്മൾ കാണുന്നത്. ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ട്, തീക്ഷ്ണതയുള്ള ഒരു ഹൃദയവുമായിട്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പോടുകൂടെ യെരുശലേമിലേക്ക് മടങ്ങി വരുന്നതായിട്ടുള്ള ഈ യാത്രികരെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ എമ്മൂസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ തകർച്ചകളുടെയും ഒരുപക്ഷെ ഹൃദയത്തെ നുറുക്കുന്നതായിട്ടുള്ള അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ നമ്മളോട് കൂടെ യാത്ര ചെയ്യുന്നവനായിട്ടുള്ള ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ കർത്താവ് നമുക്ക് തീക്ഷ്ണതയുള്ള കത്തുന്ന ഒരു ഹൃദയത്തെ നമുക്ക് തരും, ഒരു തീക്ഷ്ണതയുള്ള ഹൃദയത്തെ നമുക്ക് തരും, ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും. ഇവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ഹൃദയത്തിൻ്റെ അനുഭവത്തോടുകൂടെ അല്ല യെരുശലേമിൽ തന്നെ അവസാനിക്കുന്നതായിട്ടുള്ള യാത്രയിൽ നാം കാണുന്നത്. ഹൃദയം തകർന്ന അനുഭവത്തിൽ യെരുശലേമിൽ നിന്ന് യാത്ര ആരംഭിച്ചുവെങ്കിൽ തീക്ഷ്ണതയുള്ള കത്തുന്ന ഹൃദയത്തോടുകൂടെ തന്നെയാണ് യെരുശലേമിലേക്ക് ഈ യാത്രികർ കടന്നു വരുന്നതും തുടർന്ന് കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി തീരുന്നതെന്നും നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് കർത്താവ് ഇവിടെ ഒരു ദൗത്യപൂർണമായിട്ടുള്ള ദൗത്യം നൽകിക്കൊണ്ടുള്ള ഒരു സമൂഹത്തെയാണ് കർത്താവ് ഇവിടെ രൂപീകരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹത്തെ രൂപീകരിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ ദൗത്യത്തെ ഏറ്റെടുക്കുവാനായിട്ട് ഒരു സമൂഹത്തെ ഒരുക്കുന്നതായിട്ടുള്ള അനുഭവത്തെയാണ് ഞാനും നിങ്ങളും ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എല്ലാം ഒരു ജീവിതത്തിൻ്റെ യാത്രയിലാണ്. നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ഒരുപക്ഷെ നമ്മുടെ മുഖങ്ങളൊക്കെ വാടിയ മുഖങ്ങളായിരിക്കും. സംശയിക്കുവാനും തർക്കിക്കുവാനും ഒരുപക്ഷെ കർത്താവിൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളെ ഉയർത്തുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ നമ്മളോട് കൂടെ സഞ്ചരിക്കുന്നവനായിട്ടുള്ളൊരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനായിട്ടുള്ളൊരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായിട്ടുള്ളൊരു കർത്താവുണ്ട്. ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ നീക്കുവാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഈ യാത്രികർ സ്വീകരിച്ചതുപോലെ സ്റ്റേ വിത്ത് us, ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന കർത്താവിനോട് പറയുവാൻ കഴിയുന്നൊരു ജീവിത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ നമുക്ക് സാധിക്കുമെങ്കിൽ ആ കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വരുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അവൻ നുറുക്കിക്കൊടുത്ത അപ്പത്തിലൂടെ അന്ധമായിട്ടുള്ള കണ്ണുകൾ തുറക്കപ്പെട്ടുവെങ്കിൽ, ഒരന്ധത അവരെ ബാധിച്ചത് ഈ ഫെലോഷിപ്പിലൂടെ തുറക്കപ്പെട്ടുവെങ്കിൽ, നാം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ അന്ധമായ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനും ഒരു പുതിയ ദൗത്യത്തിലേക്ക്, ഒരു മടങ്ങിപ്പോക്കിൻ്റെ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെട്ടവരായി യെരുശലേമിലേക്ക് തന്നെ മടങ്ങിപ്പോയതായിട്ടുള്ള ഈ യാത്രികരെ പോലെ ഒരു മടങ്ങിപ്പോക്കിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ മടങ്ങിപ്പോക്ക് തകർന്നും തളർന്നുമായിട്ടുള്ളൊരു ഹൃദയത്തോടെ, വാടിയ മുഖത്തോടെയല്ല, കത്തുന്ന ഹൃദയത്തോടെ, തീക്ഷ്ണതയുള്ള ജീവിത അനുഭവത്തോടുകൂടെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് പോകുവാനായിട്ട് കഴിയണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ രൂപീകരിക്കുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുകയും അതിനായിട്ടാകുന്നു ഈ യാത്രയിൽ ഈ ജനത്തോടുകൂടെ അല്ലെങ്കിൽ ഈ യാത്രികരോടുകൂടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഞ്ചരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ യാത്രയിൽ തീക്ഷ്ണതയുള്ള കത്തുന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിഖ്യ വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഏറ്റുകൊള്ളാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയിൽ കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ഏകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും വേദന പിതാവ് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ ദൈവം, പ്രകാശത്തിൽ പ്രകാശം,
സത്യദൈവത്തിൽ സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനുടെ ഏകത്വമുള്ളവൻ, അവൻ ആ സർവ്വമുണ്ടായി മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. പ്രകാരം നമ്മൾ സമയത്തിനേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ ഭക്തഭാഗത്തിരിക്കുന്നു. ഞാൻ വിദ്വാൻ മുഖത്തോടെ വീണ്ടും വരും. രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവെന്ന പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും പ്രവചനങ്ങൾ പറയിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ആധുനിക അപ്പോസ്തലികമായ ഏകവിശ്വസതയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവമോചനത്തിലെ വ്യക്തിയെ ഞാൻ അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയം ശാന്തമായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് മനോഹരമായ ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നു. ഏറെ അനുഗ്രഹത്തോടെ നന്മകളോടെ ദൈവം നമ്മെ പുലർത്തുന്ന വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന സമൂഹം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളൊന്നാകെ നേരിടുന്ന ഈ വലിയ പ്രയാസകരമായ സാഹചര്യത്തെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, കണ്ണുനീരോടെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സർവബാധയിൽ നിന്നും സർവവ്യാധിയിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ നാടിനെയും ജനങ്ങളെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അനുദിനം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എത്ര ദയനീയമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാണവായുവിന് വേണ്ടിയും മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയും അതുപോലെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അനേകർ, ഭാരപ്പെടുന്ന അനേകർ, എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സ്ഥിതിവിശേഷങ്ങൾ പൂർണ്ണമായി മാറി കർത്താവേ ഞങ്ങൾക്ക് ജീവിപ്പാൻ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഗ്രഹവുമുള്ള ഒരു സാഹചര്യത്തെ ഒരുക്കി നൽകണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വേണ്ടി കരയുവാൻ ദൈവമേ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ കണ്ണുനീരോടെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ നാടിന് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് മനസ്സലിവുള്ള ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാളെന്ന് വരെ ഞങ്ങളെ കണ്ണുനീരിനെ മാനിച്ച ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലെ നികളഭാവത്തെയും ഞങ്ങളുടെ ഉള്ളിലെ അഹന്തകളെയും കർത്താവെ മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് വസിക്കുന്ന ജനങ്ങളെ, ഞങ്ങളുടെ സംവിധാനങ്ങളെ എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് ബലപ്പെടുത്തുകയും അവിടുന്ന് സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഭരണ സംവിധാനങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരുടെ സുരക്ഷയെ പോലും അവഗണിച്ചുകൊണ്ട് നിന്റെ മക്കൾ അധ്വാനിക്കുമ്പോൾ അവരെ അവിടുന്ന് ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ ഈ ലോകത്തിന് ആവശ്യമായ വാക്സിനുകളും അതുപോലെ മരുന്നുകളും കണ്ടെത്തുവാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവർ, കർത്താവയുടെ പ്രയത്നങ്ങളെ അവിടുന്ന് സഫലമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് കർത്താവെ തക്കതായ പ്രതിവിധിയെ കർത്താവെ കണ്ടെത്തുവാൻ മനുഷ്യൻ്റെ വേണ്ട ആലോചനകളെ അവിടെ നൽകി കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൊക്കെ ഉപരി കർത്താവെ, ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടി കർത്താവെ, ഈ ദേശത്തിന്മേൽ ജനത്തിന്മേൽ അവിടുന്ന് ദൈവത്തിൻ്റെ സൗഖ്യത്തെ അയക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി കർത്താവെ വ്യാധികളെ തുടച്ചു നീക്കാൻ ആവശ്യമായ കർത്താവെ ദൈവകൃപ കർത്താവെ ഈ ദേശത്തിന് നൽകി കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്തിലും ഭാരത്തിലും ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്നവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഗുരുതരമായ രോഗം ബാധിച്ച് ജീവിതത്തിൽ കർത്താവ് പ്രയാസപ്പെടുന്നവർ,
ജീവൻ നിലനിർത്തുവാൻ വേണ്ടി പ്രയാസപ്പെടുന്നവർ അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വിവാഹവും മറ്റ് കർത്താവെ സന്തോഷകരമായ ചടങ്ങുകളും കർത്താവെ അനുഭവങ്ങളും ഒക്കെ കർത്താവ് ഈ ദിവസം നടത്തപ്പെടേണ്ടവരെ ദൈവസന്നിധിയിലേക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഏറെ ആകുലതകളോടെ നിന്റെ മക്കൾ കർത്താവെ ഈ ദിവസങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ആകുലതകളെയൊക്കെ നീക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അവർ വിഭാവനം ചെയ്ത പോലെ കർത്താവ് എല്ലാം ഭംഗിയായിട്ട് നടത്തപ്പെടുവാൻ ദൈവത്തിന് കൃപയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തോട് യാചിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ ആശുപത്രി കിടക്കുകളൊക്കെ ആയിരിക്കുന്നവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം കർത്താവിനെ നമുക്കിടെ മേൽ നീട്ടുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ വിട്ട് ദൂരത്തായിരിക്കുന്നവരെ എല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അവരായിരിക്കുന്ന ഇടങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും കാവലും അവിടെ നടത്തി അനുഗ്രഹിച്ച് പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയിൽ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ ജനങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുണയും കൃപയും കാവലും എൻ്റെ മക്കളോടൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നീ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവെ ആരാധനയുടെ അനുഭവക്കാരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം കേട്ട അനുഭവം പോലെ കർത്താവ് എമ്മോസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർക്കുണ്ടായ ആ വലിയ കർത്താവ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളങ്ങളിൽ എപ്രകാരം കർത്താവ് ആനന്ദവും സന്തോഷവും നൽകിയോ, എപ്രകാരം കർത്താവ് ഉള്ളിൽ ക്രിസ്തു സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കിയോ കർത്താവെ അതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലും ആ ക്രിസ്തു സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ, ആ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ജീവിതങ്ങളിലേക്ക് സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് അതേപോലെ തന്നെ കർത്താവെ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ ഭരണ സംവിധാനങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സഭയും സഭയുടെ നേതൃത്വത്തെയും ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, ഈ സമയത്ത് ഞങ്ങളുടെ പട്ടക്കാരെ ഒക്കെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഓർക്കുന്നു. ഞങ്ങളുടെ സഭാപ്രവർത്തകരെയൊക്കെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഓർക്കുന്നു. മിഷണറിമാരെ ഞങ്ങൾ ദൈവസന്നിധി ഓർക്കുന്നു. സിസ്റ്റർമാരെ ഓർക്കുന്നു. ദൈവമായ കർത്താവെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം കർത്താവെ അത് പകർന്നു നൽകുവാൻ വേണ്ടി ഞങ്ങൾ അയച്ചിരിക്കുന്ന കർത്താവെ ആ നിയോഗം വേറി കർത്താവെ പോയിരിക്കുന്ന ഞങ്ങളുടെ മിഷണറിമാരെ അച്ഛന്മാരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ അവരെയൊക്കെ കർത്താവെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കർത്താവ് പ്രതികൂലതകളുടെ മധ്യത്തിലും കർത്താവിന് വേണ്ടി തളരാതെ നിന്ന് പോരാടുവാൻ, കർത്താവിന് വേണ്ടി കർത്താവ് ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം, കർത്താവ് പിന്മാറിപ്പോകുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാകരുതേയും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിനെ കർത്താവ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് ഉറച്ചു നിന്ന് കർത്താവ് പ്രതികൂലതകളിലും ദൈവത്തിന് വേണ്ടി പോരാടുവാൻ തക്കവണ്ണം അവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ വാർദ്ധക്യത്തിലുള്ളവർ, വേദനയായിരിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കർത്താവ് വിവിധങ്ങളായിട്ടുള്ള ശാരീരികമായ കർത്താവ് പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളാലും അവശതയിലുമായിരിക്കുന്ന ഒരു ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ആവശ്യങ്ങൾ ഞെരുക്കങ്ങളായിരിക്കുന്ന ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരീക്ഷയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഓർക്കാം. നല്ല ജീവിതത്തിൽ മെച്ചപ്പെട്ട ജോലിയും സൗകര്യങ്ങളും ആഗ്രഹിക്കുന്ന നമ്മുടെ യുവാക്കളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടു പോയവർ, പുതിയ ഒരു ഉപജീവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കരുണയുണ്ടാകണമേ, മനസ്സറിയണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് കരയാം. നമ്മുടെ ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കണ്ണുനീരിനെ കാണുന്നൊരു ദൈവം, അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളെ അറിയുന്നൊരു ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പം നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം.
സ്വരാ മുഴങ്ങിടുമേ രോഗികളോ ആശ്വസിക്കൂ സ്വരാ മുഴങ്ങിടുമേ അത്ഭുതമേശുവിൻ നാമം ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെ ഉയർത്തിടാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെ മറവയാകും ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങൾ നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളെ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നമ്മൾ ശരീരമാകുന്നു. നാം എല്ലാവരും ആരോഗ്യത്തിൽ അംശികളാകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമാകുന്ന യേശു നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ. ഗീതം 224 നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 224 കീർത്തനം പാടുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് നമ്മുടെ സ്തോത്ര വഴിപാടുകളെ മുമ്പോട്ട് കടന്നു വന്ന് സമർപ്പിക്കാവുന്നതാണ്. ഗീതം 224. സ്നേഹവിരുന്നനുഭവിക്കാം, സ്നേഹവിരുന്നനുഭവിക്കാം, സ്നേഹദൈവമക്കളെല്ലാരും കൂടുവിൻ, ജയം ജയം നമുക്കേ. സ്നേഹദൈവമക്കളെല്ലാരും കൂടുവിൻ, ജയം ജയം നമുക്കേ.
നാം അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെയും നമ്മയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള വഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും അങ്ങ് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്നെല്ലാം യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നിൽക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴാൻ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവരുടെ സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതു സൃഷ്ടിയുടെ അധഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാന ദൈവന്മാരോടും സുഹൃത്തിലെ സർവസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, മഹത്വം എന്ന് ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മനോനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏകവഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്നയാകവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാനുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന് മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവൻ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി
ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിർദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങൾ കർത്താവാകുന്ന മശിഹ എന്ന് തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. മനുഷ്യസ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യാഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ രക്ഷയിലേക്ക് കടത്താതെ കൃഷ്ണൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ എമൗസിലേക്ക് യാത്ര ചെയ്തവരെ പോലെ ഹൃദയ നുറുക്കത്തോടും ഹൃദയം തകർന്ന അനുഭവത്തിലും വാടിയതായ മുഖത്തോടുകൂടിയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സഹയാത്രികനായ കർത്താവിനെ അപ്പം നുറുക്കലിൻ്റെ അനുഭവത്തിലൂടെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു മടങ്ങിവരവിൻ്റെ യാത്ര നടത്തുവാനും യെരുശലേമിൽ നിന്ന് ആരംഭിച്ചപ്പോഴുള്ള യാത്രയുടെ അനുഭവമല്ല, മടങ്ങി വരുമ്പോൾ കത്തുന്ന ഹൃദയത്തോടുകൂടെ തീക്ഷ്ണതയുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തോടുകൂടെ ഒരു മടങ്ങി വരവിന് ഇടയാക്കി തീർത്തുവെങ്കിൽ കർത്താവെ, അങ്ങയുടെ മേശയുടെ അരികിലേക്ക് ഞങ്ങളെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് കർത്താവെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകുമ്പോൾ കർത്താവെ, അത് ഞങ്ങളുടെ അന്ധമായ കണ്ണുകളെ തുറക്കുവാനും അങ്ങയെ തിരിച്ചറിയുന്ന അനുഭവങ്ങളാക്കി തീക്ഷ്ണതയുള്ളൊരു ക്രൈസ്തവ സമൂഹമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്വരുന്ന പ്രാർത്ഥന ഏറ്റവും സമർപ്പണത്തോടുകൂടെ നമുക്ക് ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ പലവിധമായ വലിയകരണങ്ങളല്ലാതെ ഞങ്ങളുടെ സ്വന്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മേശയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ മേശകൾ വേണ്ട അപ്പനൊക്കെ പോലും അനുഭവിക്കാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ അങ്ങ് എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അതിന് കൃപയുള്ള കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യങ്ങളും ആത്മാക്കളും ഞങ്ങളുടെ ഇഷ്ടപത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാൻ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിൻ്റെ പാപത്തെ ചുമതലനായ ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിൻ്റെ പാപത്തെ ചുമതലനായ ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജീവന്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമുദ്രയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, യേശു ക്രിസ്തു പിതാവേ, മനോഹരമായൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരുമിച്ച് പാട്ടുകൾ പാടുവാൻ
വചനത്തെ വായിപ്പാനും ധ്യാനിപ്പാനും കർത്താവെ തിരുമേശ ഓഹരിക്കാരായി തീരുവാനും അവിടെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം കർത്താവെ. എമ്മോസിലേക്ക് യാത്ര ചെയ്തവരെ പോലെ കർത്താവെ ഹൃദയനുറുക്കത്തോടെ ഞങ്ങളുടെ യാത്രകൾ ആരംഭിച്ചുവെങ്കിൽ കർത്താവെ ഞങ്ങളുടെ തിരികെയുള്ള യാത്രകൾ കർത്താവെ അത് കർത്താവിലേക്കുള്ള മടങ്ങിവരവും തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അനുഭവങ്ങളുമാക്കി അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനകളുടെ നീളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തികളെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ സമൂഹത്തെ എല്ലാം ഈ മഹാമാരിയുടെ കർത്താവെ കഠിനമായ അനുഭവത്തിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദീർഘ സമയങ്ങൾ കർത്താവെ രോഗികളെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും ആശുപത്രികളെയും മറ്റ് സ്ഥാപനങ്ങളെയെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിരന്തര സാന്നിധ്യത്തോട് കൂടി ഇരുന്നവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും അങ്ങയുടെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൽ താഴെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മെല്ലാവരോടും കൂടി നന്നേക്കും കലാവസരം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ച ദൈവീയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കറിയാം ഈ നാളുകളിൽ COVID-19 പ്രതിസന്ധികൾ വീണ്ടും രൂക്ഷമായിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമാകുന്നുവല്ലോ. തുടർന്നുള്ള ആഴ്ചകളിലെ ആരാധനകളെയും മറ്റ് ക്രമീകരണങ്ങളെയും കുറിച്ചൊക്കെ വാട്സപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാകുന്നു. സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തി അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ആരാധനകളിലും മറ്റ് പ്രാർത്ഥനകളുടെ ക്രമീകരണങ്ങളിലും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ടായിരിക്കും. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാകുന്നു എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും തുടർന്നും ഉണ്ടാകണം. പ്രത്യേകിച്ച് സഭയുടെ മുന്നോട്ടുള്ള ആവശ്യങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാകണം. തുടർന്ന് സൺഡേ സ്കൂൾ, മധ്യസ്ഥ പ്രാർത്ഥന, കൺഫർമേഷൻ ക്ലാസ്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ വിവരങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെ അതിൻ്റെ ക്രമീകരണങ്ങൾ അറിയിക്കുന്നതാണ്. ആരാധനയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ക്രമീകരണങ്ങളോ ഉണ്ടെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാവുന്നു. തുടർന്നും എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ എല്ലാവരും സുരക്ഷിതരായി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കണം. സാമൂഹിക അകലം പാലിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും മാസ്ക് ഉപയോഗിച്ചുമൊക്കെ ഇതിനെ തടുത്ത് നിർത്തുവാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നിരന്തരമായ പ്രാർത്ഥന ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിലും ഭവനങ്ങളിലും ഉണ്ടാകണം. ഈ നമ്മുടെ ദേശത്തെയും രാജ്യത്തെയും ഒക്കെ ഈ മഹാവിപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ സന്ധ്യാപ്രാർത്ഥനകളെല്ലാം ഭവനങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ നടത്തുവാനായിട്ട് ശ്രമിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത് ചേർന്ന് ജീവിക്കുവാൻ ഈ നാളുകൾ ശ്രമിക്കുകയും ചെയ്യണം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.